തിരുവനന്തപുരത്ത് ഇത്തവണ എന്തും നടക്കും. കാരണം വിശ്വപൗരൻ എന്ന ഓമനപ്പേരിൽ ഹാഷ്ബുഷ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് സഞ്ജു സാംസനെ പോലുള്ളവരെ ചേർത്ത് പിടിച്ച് കുറച്ച് മലയാള ഇരവാദം പറഞ്ഞ് വർഷങ്ങളായി തിരുവനന്തപുരം കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയാണ് ശശി തരൂർ. കാര്യം സ്വന്തം ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണെങ്കിലും സ്ത്രീജനങ്ങൾക്ക് ശശി തരൂരും തരൂരണ്ണന് തിരിച്ചും അതൊരു ഹരമാണ്. തൻ്റെ ലോകോത്തര ബന്ധങ്ങൾ ഉപയോഗിച്ച് താൻ തിരുവനന്തപുരത്തെ ബാഴ്സലോണ ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായടോ എന്ന് പോലും ആരും ചോദിക്കാറില്ല. കാരണം ആരെങ്കിലും ചോദിച്ചാൽ കടിച്ചാൽ പൊട്ടത്ത ഇംഗ്ലീഷിൽ ട്വിറ്ററിൽ 4 പോസ്റ്റിട്ട് കളയും. ഹിന്ദിയെ വെറുക്കുകയും ഇംഗ്ലീഷ് കാണുമ്പോൾ തലകുമ്പിട്ട് നിൽക്കുകയും ചെയ്യുന്ന പ്രബുദ്ധ മലയാളി അത് കണ്ട് പാണ്ടിപ്പടയിലെ പ്രകാശ് രാജിനെ പോലെ നിർവൃതി അടയും. ഇതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും പടമായ ഈ വിശ്വപൗരനെ ഇത്തവണ പൂട്ടിക്കെട്ടണമെന്നത് നരേന്ദ്രമോദിയുടെ പ്ലാനും ഗ്യാരണ്ടിയുമാണെന്നതുകൊണ്ട് നിർമ്മല സീതാരാമനെയാണ് എല്ലാവരും BJP സ്ഥാനാർത്ഥിയായി തലസ്ഥാനത്ത് പ്രതീക്ഷിച്ചത്. തമിഴ്നാട്ടിൽ അണ്ണാമല നടത്തുന്ന വിപ്ലവത്തിന് പിന്തുണയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ തിരുച്ചിറപ്പള്ളിയിൽ ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ടാവാം നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖർ എന്ന അസ്ത്രത്തെയാണ് ശശി തരൂരിനെ നേരിടാൻ തിരുവനന്തപുരത്തേക്ക് അയച്ചത്. രാജീവ് ചന്ദ്രശേഖർ എല്ലാ അർത്ഥത്തിലും തരൂരിനെ തകർക്കാൻ പറ്റിയ ആയുധം തന്നെയാണെങ്കിലും കുറച്ചുകൂടി നേരത്തെ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മോദി അവതരിപ്പിക്കേണ്ടിയിരുന്നു എന്നതൊരു വസ്തുതയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ എന്ന നിലയിൽ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ പ്രശസ്തനാണെങ്കിലും കേന്ദ്ര IT ഇലക്ട്രോണിക്സ് സ്കിൽ ഡെവലപ്മെൻറ്റ് സഹമന്ത്രി എന്ന നിലയിൽ പോലും തിരുവനന്തപുരത്ത് അദ്ദേഹം പരിചിതനായിട്ടില്ല. അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തന്നെയും നടത്തിയിരുന്നില്ല. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് അനന്തപുരിയിൽ വന്നിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖം അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ കാഴ്ചക്കാരിൽ എത്ര പേര് തിരുവനന്തപുരത്തെ വോട്ടർമാരാണെന്നറിയില്ല. മാത്രമല്ല ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതലുള്ള ആ ഇൻ്റർവ്യൂ എത്ര പേർ പൂർണ്ണമായി കണ്ടു എന്നും ശ്രദ്ധിച്ചു എന്നതും സംശയമാണ്. ആ ഇൻ്റർവ്യൂ കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു ചുരുക്കം ഈ വീഡിയോയിൽ പറയാമെന്ന് കരുതുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കാം. അച്ഛൻ മലയാളിയായ MK ചന്ദ്രശേഖരൻ നായർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറി മാറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ടി വന്ന രാജീവ് ചന്ദ്രശേഖർ ജനിച്ചത് ഗുജറാത്തിലാണ് എന്നതുകൊണ്ട് കൂർമ്മ ബുദ്ധിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പഠിക്കാൻ ബാംഗ്ലൂരിലേക്ക് 80കളിൽ എത്തിയ അദ്ദേഹം പഠനത്തിൻ്റെ അവസാന വർഷം കോളേജിലുണ്ടായിരുന്ന അന്നത്തെ കാലത്തെ വലിയൊരു റൂമിൻ്റെ അത്ര വലിപ്പമുള്ള ആദ്യകാല കമ്പ്യൂട്ടറിൽ അതിനോട് വല്ലാത്ത കൗതുകമുണ്ടായി. അത് കാരണം പഠിച്ച മേഖല അല്ലാഞ്ഞിട്ടും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ ഡൽഹിയിൽ 1 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷവും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ അമേരിക്കയിലെ ചിക്കാഗോയിൽ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദം എടുക്കാനായി പോയി. 1988 പഠനം പൂർത്തിയാക്കിയ ഈ മിടുക്കൻ കുട്ടിക്ക് മൈക്രോസോഫ്റ്റിൽ നിന്ന് ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ഓഫർ ലഭിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇൻ്റൽ എന്ന കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉടമയായ ഇന്ത്യക്കാരൻ വിനോദ് ധാം രാജീവ് ചന്ദ്രശേഖറിൻ്റെ അച്ഛൻ്റെ എയർഫോഴ്സിലുള്ള സുഹൃത്ത് വഴി രാജീവ് എന്ന ഈ മിടുക്കൻ കുട്ടിയെക്കുറിച്ച് അറിയുന്നു. ഇൻ്റലിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അവിടെ 4 വർഷത്തോളം ചിപ്പ് ഡിസൈൻ എഞ്ചിനീയറായി ജോലി ചെയ്ത രാജീവ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെൻറ്റിൽ ബിരുദവും നേടി. അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് പ്രകാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന അദ്ദേഹത്തിൻ്റെ വിവാഹാവശ്യത്തിനായി ഇന്ത്യയിലേക്ക് വന്ന രാജീവ് ചന്ദ്രശേഖർ അച്ഛൻ്റെ ശിഷ്യനായിരുന്ന രാജേഷ് പൈലറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയിലെ ടെലികോം രംഗത്തേക്ക് ചുവട് മാറ്റിപ്പിടിച്ചു. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് ഒരു ട്രങ്ക് കോൾ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ടെലികോം രംഗം എത്ര പരിതാപകരമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ സാധ്യത അദ്ദേഹം ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത്രയും തികച്ചും വ്യക്തിപരമാണെങ്കിൽ പിന്നീടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ അറിയേണ്ട അന്നത്തെ ഇന്ത്യയിലെ വൃത്തികെട്ട രാഷ്ട്രീയവും അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ BPL ഗ്രൂപ്പുമായി ചേർന്ന് രാജ്യത്തെ ആദ്യ സ്വകാര്യ മൊബൈൽ നെറ്റ്വർക്കിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു തുടങ്ങി. ഏതാണ്ട് അതേസമയം തന്നെയാണ് ഭാരതി സെല്ലുലാർ എന്ന എയർടെല്ലും മോദി ടെൽസ്ട്ര എന്നീ കമ്പനികളും ഇതേ ലൈസൻസിന് ശ്രമിച്ചത്. ഭാരതി എയർടെൽ ഡൽഹി മാത്രമുള്ള ലൈസൻസ് നേടിയപ്പോൾ രാജ്യത്താദ്യമായി ഗോവ, കേരളം, കർണാടകം, ആന്ധ്ര ഉൾപ്പെടെ 5ലധികം സംസ്ഥാനങ്ങളിൽ ടെലികോം ലൈസൻസ് കരസ്ഥമാക്കിയത് അന്ന് കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന ഈ ചെറുപ്പക്കാരൻ്റെ നിശ്ചയദാർഢ്യമാണ്. പക്ഷേ അന്നത്തെ കേന്ദ്ര ടെലികോം മന്ത്രിയായിരുന്ന സുഖ്റാമിനെ 3 തവണ അദ്ദേഹം സർവീസിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടി പ്രസൻറ്റേഷൻ നടത്തിയെങ്കിലും കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തി. ഈ ചെറുപ്പക്കാരൻ നിരന്തരം തൻ്റെ ആശയത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറയുമ്പോൾ വീട്ടിൽ മുതിർന്ന ആരുമില്ലേ എന്നാണ് സുഖ്റാം തിരികെ ചോദിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വീട്ടിലെ മെത്തയിൽ നിന്ന് നോട്ട് കെട്ടുകളുമായി ഇതേ സുഖ്റാം അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൂടി നമ്മൾ ഓർക്കണം. ഫലത്തിൽ രാജ്യത്തെ ആദ്യ മൊബൈൽ സർവീസ് ആകേണ്ടിയിരുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ BPL ടെലികോം 3ാമതായാണ് ലോഞ്ച് ചെയ്തത്. അന്ന് സുഖ്റാമിന് കൈക്കൂലി കൊടുത്തതുകൊണ്ടാവാം രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ കോളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ സുഖ്റാം ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിനെ മോഡി ടെൽസ്ട്ര എന്ന
ഓസ്ട്രേലിയൻ ഇന്ത്യൻ കൊളാബറേഷൻ കമ്പനിയുടെ സർവീസ് വഴി വിളിച്ചതാണ്. ആ കമ്പനി പിന്നീട് എസ്കോട്ടലായും ഇപ്പോൾ ഐഡിയയായും മാറുകയും ചെയ്തു. പിന്നീട് BPL മൊബൈൽ കേരളത്തിലടക്കം വ്യാപകമാവുകയും ചെയ്തു. കുറഞ്ഞപക്ഷം കേരളത്തിൻ്റെ ഡിജിറ്റൽ യുഗത്തിൻ്റെ പിതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാം. രാജീവ് ചന്ദ്രശേഖർ ഭാരതത്തിൽ ടെലികോം സർവീസിന് വേണ്ടി 92-ൽ പരിശ്രമിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ടെക് ഗുരു എന്ന് ഇന്നും അറിയപ്പെടുന്ന സാം പിട്രോഡ പറഞ്ഞത് ഇന്ത്യയിൽ മൊബൈൽ സർവീസ് ആവശ്യമില്ല എന്നും ഇന്ത്യക്ക് വേണ്ടത് പബ്ലിക് ടെലിഫോൺ ബൂത്തുകളാണെന്നുമായിരുന്നു. അതായിരുന്നു കോൺഗ്രസിൻ്റെ വിഷൻ. വെറും 25,000 ഉപഭോക്താക്കളെ മാത്രം ലക്ഷ്യം വെച്ച് 95-ൽ ഇന്ത്യ തുടങ്ങിയ മൊബൈൽ നയം പിന്നീട് വാജ്പേയി അധികാരത്തിലെത്തിയതോടെ വേഗത കൈവരിച്ചു. ഇന്ന് മോദി കാലത്ത് രാജ്യത്തെ മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണം 120 കോടിയോളമാണ് എന്നുകൂടി അറിയുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ടെക് ഗുരുവിൻ്റെ വിഷൻ്റെ പരിതാപകരമായ ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ടെലികോം ലൈസൻസുള്ള കമ്പനികളെ മറികടന്ന് പിൻവാതിലൂടെ റിലയൻസ് പോലെയുള്ള പല കമ്പനികളും ഈ രംഗത്തേക്ക് കടന്നുവരാൻ തുടങ്ങിയതിൻ്റെ പ്രതിഷേധമായാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ സർവീസ് ഹച്ചിസൺ എന്ന ഫ്രഞ്ച് കമ്പനിക്ക് വിൽക്കുകയും ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലേക്ക് ചുവടുമാറ്റുകയും ചെയ്തത്. സ്വാഭാവികമായി ഒരു യുവ സംരംഭകൻ എന്ന നിലയിൽ കോൺഗ്രസിലെ നേതാക്കളുമായും വാജ്പേയി, അദ്വാനി ഉൾപ്പെടെയുള്ള BJP നേതാക്കളുമായും അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു ബാംഗ്ലൂർ വ്യവസായി എന്ന ലേബലിൽ കർണാടകയിലെ അനന്ത്കുമാറും യെദ്യൂരപ്പയുമായും ദേവഗൗഡയുമായും ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അദ്ദേഹത്തെ 2008-ൽ രാജ്യസഭയിലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വൃന്ദാക്കാരോട്ടൊക്കെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നെന്നും അതിൻ്റെ വാശിക്ക് ഒരു നല്ല പാർലമെൻറ്റേറിയൻ ആകാൻ നിരന്തരം അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തുവെന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ടെലികോം രംഗത്തെ അദ്ദേഹത്തിൻ്റെ 15 വർഷത്തെ അനുഭവങ്ങൾ വെച്ചാണ് അദ്ദേഹം UPA സർക്കാരിൻ്റെ കാലത്തെ 2G സ്പെക്ട്രം അഴിമതി വളരെ വേഗം മനസ്സിലാക്കിയതും അതിനെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയതും പിന്നീട് നിയമപോരാട്ടം നടത്തിയതും. രാജ്യസഭയിലും പുറത്തും വൺ റാങ്ക് വൺ പെൻഷന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, സമരങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ UPA സർക്കാർ കൊണ്ടുവന്ന ആർട്ടിക്കിൾ 66 എന്ന നിയമഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ വരെ പോയി ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത അനുകൂല വിധികൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും പ്രാധാന്യമേറിയതായി എനിക്ക് തോന്നിയത് അദ്ദേഹം മോദിയെ ആദ്യമായി കണ്ട സംഭവമാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരുപക്ഷെ BJP അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷമാവണം ആ കൂടിക്കാഴ്ച. രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിച്ചിരുത്തിയ മോദിയുടെ മുന്നിൽ ഒരു ഫയലുണ്ടായിരുന്നു. ആ ഫയൽ മുഴുവനും രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളതാണ് എന്നതായിരുന്നു ആദ്യ അതിശയം. ആദ്യം മോദി ചോദിച്ചത് രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായി രാജ്യസഭയിലെ പ്രസംഗങ്ങളിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതോടെ രാജീവ് ചന്ദ്രശേഖർ ഫ്ലാറ്റായി മോദി ഫാൻ ആവുകയായിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം സംസാരിച്ചതെല്ലാം സാങ്കേതികത ഉപയോഗിച്ച് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തു മാറ്റം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചായിരുന്നു. അങ്ങനെയുള്ള നരേന്ദ്രമോദിയുടെ ആശയങ്ങളുടെ, ചിന്തകളുടെ, പരിശ്രമങ്ങളുടെ ഫലമാണ് ഇന്നത്തെ ജൻധൻ അക്കൗണ്ടുകൾ, ആധാർ മൊബൈൽ ലിങ്കിങ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നത്, ഏത് തെരുവിലും UPI ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുന്നത്. ടെക്നോളജി രാജ്യത്തെ സാധാരണക്കാർക്ക് എങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന ചിന്തകളുടെ സാക്ഷാത്കാരമാണ് കഴിഞ്ഞ 10 വർഷവും നമ്മൾ കണ്ടത്, ഇനിയും മോദി കാലത്ത് കാണാൻ പോകുന്നതും. ഇനി എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണമെന്ന് ചോദിച്ചാൽ, രാജ്യത്തെ ആദ്യത്തെ IT പാർക്ക് തുടങ്ങിയ തിരുവനന്തപുരം ഇന്ന് രാജ്യത്ത് വിറ്റുവരവിൽ 25-ാം സ്ഥാനത്ത് മാത്രമാണ്. ഇത് പരിഹരിക്കാൻ ശശി തരൂരിനോ പന്യനോ കഴിയുമോ? നിലവിൽ IT ഇലക്ട്രോണിക്സ് സ്കിൽ ഡെവലപ്മെൻറ്റ് സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ക്യാബിനറ്റ് റാങ്കുള്ള IT ഇലക്ട്രോണിക്സ് മന്ത്രിയായിരിക്കും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് തീർച്ചയായും അത് സാധിക്കും. മറ്റൊന്ന്, ലോകത്തിനാകെ മാനവവിഭവശേഷി സംഭാവന ചെയ്തിരുന്ന തലത്തിൽ വിദ്യാഭ്യാസ മികവ് അവകാശപ്പെട്ടിരുന്ന പഴയ കാലം പോലെയല്ല. ആധുനിക കാലത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കാലഘട്ടത്തിനനുസരിച്ച് സാധ്യതയുള്ള കോഴ്സുകളൊന്നും ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് യുവാക്കൾ ഈ നാട് വിടുന്നത്. സ്കിൽ ഡെവലപ്മെൻറ്റ് എല്ലാ മേഖലയിലും കൊണ്ടുവരാനും യുവക്കൾക്ക് കൂടുതൽ മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ഉറപ്പാക്കാനും രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിക്ക് കഴിയും. ഇന്നലെ വന്ന ഈ വാർത്ത കൂടി ഒന്ന് നോക്കൂ. വരാൻ പോകുന്ന അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് തുറമുഖ ജോലികൾ പഠിക്കാൻ പ്രദേശവാസികൾക്ക് അവസരമൊരുക്കുകയാണ് നരേന്ദ്രമോദി തുടങ്ങി രാജീവ് ചന്ദ്രശേഖർ കൈകാര്യം ചെയ്യുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് മന്ത്രാലയം. മറ്റൊന്ന്, കേരളത്തിൻ്റെ ഏറ്റവും മികച്ച വരുമാന മാർഗമായ ടൂറിസം രംഗത്ത് അനന്തപുരിക്ക് മാത്രമല്ല കേരളത്തിനാകെ മാറ്റം കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന കൂർമ്മബുദ്ധിയുള്ള വ്യവസായി രാഷ്ട്രീയക്കാരന് ജയിച്ച് മന്ത്രിയായാൽ തീർച്ചയായും സാധിക്കും. നരേന്ദ്രമോദിയോട് ആദ്യമായി സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ താനൊരു ദേശീയവാദി ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനുമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ സക്സസ്ഫുൾ കൂടി ആയിരിക്കണം എന്ന ഉപദേശമാണ് നരേന്ദ്രമോദി തിരികെ നൽകിയത്. അതായത് രാജ്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചകളില്ലാതെ പ്രവർത്തിക്കുമ്പോൾ എത്ര തിരിച്ചടികൾ ഉണ്ടായാലും വീണുപോകാതെ സ്വയം വളരാനും വിജയിക്കാനും കഴിഞ്ഞാൽ മാത്രമേ ആ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ രാജ്യത്തിനും സാധാരണക്കാർക്കും വേണ്ടി ഉപയോഗിക്കാൻ കഴിയൂ എന്നതാണ് മോദിയുടെ ഉപദേശം. ആ നരേന്ദ്രമോദിയെ മാതൃകയാക്കി പ്രവർത്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ ഇനി ആരാണ് തിരുവനന്തപുരംകാരുടെ മുന്നിലുള്ള ചോയ്സ്? നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് 2011 കാലത്ത്
രാജ്യത്താകെയുള്ള ബാങ്കുകൾ ലോണുകൾ നൽകിയിരുന്നത് കേവലം 9 വ്യവസായ ഗ്രൂപ്പുകൾക്ക് മാത്രമാണ് എന്ന് രേഖകൾ പ്രകാരം അദ്ദേഹം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. അതായത് കേവലം 3% മാത്രമായിരുന്നു ഈ 9 ഗ്രൂപ്പുകൾക്ക് പുറത്ത് ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ രാജ്യത്ത് ബാങ്കുകൾ ലോൺ നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. നരേന്ദ്രമോദി കാലത്ത് ആശയമുള്ള ഏതൊരു വ്യക്തിക്കും സംരംഭം തുടങ്ങാൻ ഈടില്ലാതെ പോലും വായ്പ ലഭിക്കുന്ന കാലമാണ്. അത് മുദ്രാ യോജനയാണെങ്കിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ ആണെങ്കിലും അങ്ങനെ എത്ര ലോൺ പദ്ധതികൾ. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്താകെ കേവലം 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1,60,000-ൽ അധികമാണ്. അതായത് ഇന്ന് ഈ രാജ്യത്ത് എന്തും സാധ്യമാണ്. അതിനൊരു കാരണം നരേന്ദ്രമോദിയാണ്. തീർച്ചയായും ഇനി തിരുവനന്തപുരത്തും എന്തും സാധ്യമാകും രാജീവ് ചന്ദ്രശേഖർ ജയിച്ച് മന്ത്രിയായാൽ. സ്വാഭാവികമായും യുവതിയുവാക്കളും ടെക്കികളും നിഷ്പക്ഷരും ഇപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരെ അംഗീകരിച്ചു കഴിഞ്ഞു. പ്രായമേറിയ പന്യൻ, കുറച്ച് അടിസ്ഥാന പാർട്ടി വോട്ടുകളും പ്രായം ചെന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുടെ വോട്ട് നേടിയേക്കാം. അടിപറ്റാൻ പോകുന്നത് ശശി തരൂരിന് തന്നെയാണ്. ഇത്രയും കാലം കോലം കെട്ടി കബളിപ്പിച്ച ഒരാളായാണ് ശശി തരൂരിനെ അനന്തപുരിലെ വോട്ടർമാർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിൻ്റെ നേട്ടം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ലഭിക്കുക. പക്ഷേ കുറച്ചുകൂടി നേരത്തെ ഇദ്ദേഹത്തെ അനന്തപുരിയിൽ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ അന്നന്നത്തെ ജോലി ചെയ്ത് ജീവൻ തള്ളി നീക്കുന്ന സാധാരണക്കാരിലേക്ക് കൂടി രാജീവ് ചന്ദ്രശേഖരനെ വളരെ എളുപ്പത്തിൽ കുത്തിക്കയറ്റാൻ കഴിയുമായിരുന്നു. അതുമാത്രമാണ് ഒരേ ഒരു പോരായ്മയായി എനിക്ക് തോന്നുന്നത്. അത് മറികടക്കാൻ അടിസ്ഥാനപരമായി വോട്ടുള്ള BJPയുടെ സംഘടനാ സംവിധാനത്തിന് തലസ്ഥാനത്ത് കഴിയേണ്ടതാണ്. പക്ഷേ ഞാൻ മാത്രം ജയിച്ചാൽ മതി, ഇവിടെ വേറെ ആരും വേണ്ട എന്നുള്ള തരത്തിൽ ചിലർ പ്രവർത്തിച്ചാൽ, തലസ്ഥാനത്തെ നേതാക്കൾ അത്തരം കുരുട്ടുബുദ്ധി നേതാക്കൾക്ക് പിന്തുണ കൂടി നൽകിയാൽ BJPയുടെ അടിസ്ഥാന വോട്ടുകളിൽ വിള്ളലുണ്ടായേക്കാം. എന്നാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരം പണികൊടുക്കൽ അത്ര എളുപ്പമല്ല. പിന്നെ പണത്തിനു വേണ്ടിയാണല്ലോ ഈ പണികളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതേ ആളുകളെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത് തനിക്ക് അനുകൂലമാക്കി പ്രവർത്തിക്കാൻ പറ്റും വിധം സമ്പന്നൻ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നതും അനുകൂല ഘടകമാണ്. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം. രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്തെ അല്ല, തിരുവനന്തപുരത്തിന് രാജീവ് ചന്ദ്രശേഖരെയാണ് ആവശ്യം. അത് മനസ്സിലാക്കാൻ മലയാളിക്ക് മൂളയുണ്ടായാൽ മതി. ഉണ്ടാവണം. പിന്നെ സംഭവിക്കാൻ പോകുന്നത് ചരിത്രമായിരിക്കും. അത് സംഭവിക്കുക തന്നെ ചെയ്യും.